അല്ലെ ഇന്നൊരു വീഡിയോ കാണിച്ചു തരാമോ, അല്ലെ ഇന്നൊരു വീഡിയോ പറ്റി പറഞ്ഞു തരാമോ, ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഞാനത് ചോദിച്ചാൽ കളിയാക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആ കമന്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ടാൽ ഇത് ഒട്ടും അറിയാത്തവനാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമോ, നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ചോദിച്ചാൽ കളിയാക്കും. ലൈസൻസ് ഒക്കെ എടുത്തില്ല, വണ്ടി ഓടിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കളിയാക്കാനല്ലാതെ അവർക്കൊന്ന് പറഞ്ഞു തരാനോ ചെയ്യിക്കാനോ അവർക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയമാണ്, നിങ്ങളെ കളിയാക്കത്തില്ല. ഈ ഒരു വീഡിയോയിൽ വന്ന് നിങ്ങളിപ്പോ എന്തൊരു സംശയം ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കളിയാക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രം തുടങ്ങിയിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റായിട്ട് വന്ന് ചോദിക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതായത് ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വാഹനം നിർത്തണം. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുമ്പോൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വാഹനം പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്, സ്ലോയിൽ നിർത്തേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ നിർത്തണം. ആ നിർത്തുന്ന സമയത്ത് ബ്ലോക്കിലാണെങ്കിലും പലയിടത്തും കയറ്റത്ത് നിർത്തണം, ഇറക്കത്ത് നിർത്തണം, ട്രാഫിക്കിൽ നിർത്തണം. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാൾ വന്ന് ക്രോസ് വന്നു നിന്നു, ആ സമയത്ത് നമുക്ക് നിർത്താം. ഈ സമയങ്ങളിലെല്ലാം പല ഗിയറിലാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ ആ സമയങ്ങളിലെല്ലാം നമുക്കൊരു വാഹനം നിർത്തേണ്ടതുണ്ട്. അപ്പൊ ആ നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് ആണോ സമയത്ത് ചവിട്ടേണ്ടത്, ഏത് സമയത്തൊക്കെയാണ് ക്ലച്ച് ആദ്യം ചവിട്ടേണ്ടത്, അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടേണ്ട സ്ഥിതിയുണ്ട്, ആദ്യം ചവിട്ടേണ്ട സമയത്ത്. അപ്പൊ അത് ഏത് സമയത്തൊക്കെയാണ് ആദ്യം ബ്രേക്ക് ചവിട്ടേണ്ടത്, ആദ്യം എപ്പോഴാണ് ക്ലച്ച് ചവിട്ടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവരൊന്നും കാണണമെന്നില്ല. നിങ്ങൾക്ക് അറിയത്തില്ല, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേര് ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റും പോലും കയറാൻ അറിയാത്ത പലരും ഉണ്ട്. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ, 15 വർഷം പഠിച്ചു, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പോലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെ ചുറ്റുപാടെല്ലാം നമ്മൾ കാണുന്നത് പഠിച്ചെന്നാ പറയുന്നത്, പക്ഷെ സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലും കയറത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പലപ്പോഴാണ് ഒരു വണ്ടി നിർത്തേണ്ടത്. ഇത് കൃത്യമായിട്ട് അവരുടെ കാലും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയാത്തത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മളൊരു കയറ്റത്താണ് നമ്മളൊരു വണ്ടി പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ടതെങ്കിൽ, അപ്പൊ നമ്മൾ കയറ്റത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഗിയറുകൾ എന്തായാലും ഫസ്റ്റിലോ സെക്കൻഡിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ കയറ്റത്തൂടെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമേ നമ്മൾ ബ്രേക്ക് വെച്ചാൽ സംഭവിക്കും, വണ്ടി ഇടിച്ച് ചിലപ്പോൾ നമുക്ക് ആ സ്ലോയിലൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു വാഹനം അതായത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും നമ്മൾ നിരപ്പത്താണെങ്കിലും കയറ്റത്താണെങ്കിലും ഒരു വാഹനം നമ്മൾ നിർത്തണമെന്നാണെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം വാഹനം നേരെയാണ് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ബ്രേക്കൂടെ വെച്ച് നിർത്തുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ആദ്യമേ നമുക്ക് നിർത്തേണ്ടത് ബ്രേക്ക് ആണല്ലോ എന്ന് ഉദ്ദേശം എന്ത് ചെയ്തത്, നിങ്ങളുടെ ബ്രേക്കിലേക്ക് കാല് ചെയ്യുന്നത് നിങ്ങളുടെ കാലുകൾ പെട്ടെന്ന് ക്ലച്ചിലേക്ക് പോകില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, വണ്ടി നേരെ മല്ലായിരിക്കും, ഫ്രണ്ട് മാത്രം ചെന്നൊന്ന് കുത്തും, ബാക്ക് സൈഡ് വൈഡായിട്ട് കിടക്കും. അപ്പൊ വണ്ടി എന്ത് ചെയ്യും, വൈഡായിട്ട് കിടക്കുകയും ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫായി പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ വണ്ടി ഓഫായി പോയെന്ന് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാർക്കും വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അറിയത്തില്ല വാഹനം ഓഫായി പോയോ എന്നുള്ളത്. എന്ത് ചെയ്യും, പിന്നെ അവരെ ബ്രേക്ക് ക്ലച്ചൊക്കെ എടുത്ത് നോക്കും, ഓഫായി പോയോ. ലാസ്റ്റിലാണ് പിന്നെ വണ്ടി ഓഫായി പോയെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലായി വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണെന്നുണ്ടെങ്കിൽ, ഇനി കയറ്റമല്ല എവിടെയാണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണെങ്കിൽ നമുക്കൊരു വാഹനം നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുക, വാഹനം നേരെയാണെന്ന് നോക്കുക, വാഹനത്തിന്റെ ബ്രേക്കൂടെ വെച്ച് നിർത്തി കൊടുക്കുക. അങ്ങനെ നമുക്ക് നേരെയാകാനും പറ്റും, വണ്ടി ഓഫ് ആകാതെ നിർത്താനും കഴിയും. കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും,
ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം പ്രാക്ടീസിന് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു വാഹനം നിർത്തണം. അതായത് ഒരു വാഹനം നമ്മളിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡോ തേർഡിലോ ഒക്കെ ആയിരിക്കും, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നിർത്തണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നതോടൊപ്പം തന്നെ ക്ലച്ചൂടെ വെക്കണം. കാരണം നമ്മളൊരു മുൻകരുതലിന് വേണം ക്ലച്ച് എന്ത് ചെയ്യുന്നത്, ചവിട്ടി കൊടുക്കുന്നത്, ഓഫ് ആകാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആ ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വാഹനം പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ആ സമയത്ത് തന്നെ അവിടെ തന്നെ നമുക്ക് നിർത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായത് നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണ് ക്ലച്ച് ഔട്ടുന്നു. അതുപോലെ നമ്മൾ തേർഡ് ഗിയർ മുതൽ നമുക്കിപ്പം പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് അത് പറയുമ്പോൾ മനസ്സിലാവും. ഒരു നടക്കുന്ന സ്പീഡാണ്, ആ നടക്കുന്ന സ്പീഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ ബ്രേക്ക് വെച്ചാൽ സംഭവിക്കും, ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരേ പ്രതലമല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തേർഡ് ഗിയർ മുതൽ മുകളിലോട്ടുള്ള ഗിയർ, കാരണം നടക്കുന്നതിനെക്കാൾ ബാക്കി സ്പീഡ് കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടിയാൽ സംഭവിക്കും, വണ്ടി ചരിയാനും മറിയാനും സ്പീഡ് കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എല്ലാ റോഡ് ഒരേപോലെ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടാം. അപ്പൊ നമ്മൾ ആ സ്പീഡ്, ആ തേർഡ് ഗിയർ മുതലുള്ള ഏത് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ നടക്കുന്ന സ്പീഡ് വരെയും നമ്മൾ ആ ബ്രേക്കിൽ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇതുപോലെ തന്നെ പറയുന്നത്. ആ വാക്കിംഗ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നടക്കുന്ന സ്പീഡ് എന്നൊക്കെ പറയാനുള്ള കാരണം. ആ നടക്കുന്ന സ്പീഡ് വരെ നമ്മൾ ബ്രേക്കിൽ കൊടുത്ത് നമ്മൾ സ്ലോ ആക്കുക. അതിന്റെ കൂട്ടത്തിലൊപ്പം തന്നെ വണ്ടി നേരെയാണോ നോക്കുക, ക്ലച്ച് ചവിട്ടിട്ട് വേണം നേരെയാണോ നോക്കുക. കാരണം നമ്മൾ ബ്രേക്ക് സ്ലോ ചെയ്തോട്ട് നമ്മൾ നേരെയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വണ്ടി ചിലപ്പം ഒരു പ്രതലം നമ്മുടെ മാറി വയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഇങ്ങനെ എന്ത് ചെയ്ത് ഒരു ജെർക്കിംഗ് ഉണ്ടോ ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ്. അപ്പൊ വണ്ടിക്ക് സ്ലോ ആയിട്ടുണ്ടോ നിങ്ങൾ ആദ്യമേ പിന്നെ നിർത്തുന്നതിന് മുമ്പേ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. ക്ലച്ചോട് ചവിട്ടി വണ്ടി നേരെയാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ബ്രേക്ക് കൂടെ വെക്കുക. അപ്പൊ നമുക്ക് ആ ഒരു താളം നമുക്ക് പതിയെ നമ്മൾ ഈ താളം അടിക്കുമ്പോൾ നമ്മൾ പതിയെ അടിച്ചാല് നമുക്ക് പിന്നെ ആ ട്യൂണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്പീഡായി വരും എന്ന് പറഞ്ഞതുപോലെ. ഞാനിപ്പോ ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഓർക്ക് ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ. ബ്രേക്ക് സ്ലോ ചെയ്യണം, ക്ലച്ച് ചവിട്ടണം, വണ്ടി നേരെയാക്കണം, ബ്രേക്ക് ഈ സമയം കൊണ്ടൊക്കെ ഒരു വണ്ടി ഇടിക്കത്തില്ല, തട്ടത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി നിർത്താൻ പറ്റും, നമുക്കൊരു തോന്നലുണ്ടാകും. അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ കാണിച്ചു തന്നാണ്. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട കേസുകളാണ് എന്ത്, ബ്രേക്ക് സ്ലോ ചെയ്യുന്നതും ക്ലച്ച് ചവിട്ടുന്നതും നേരെയാക്കുന്നതും ബ്രേക്ക് ചവിട്ടുന്നതും. അപ്പൊ നമുക്ക് ആ ഓട്ടോമാന താളം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് ഏതൊരു പൊസിഷനിലാണ് വണ്ടി നിർത്താൻ നമുക്ക് കഴിയും. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണെങ്കിൽ ആദ്യമേ ക്ലച്ച് ഔട്ടുന്നു, നേരെയാക്കുന്നു, ബ്രേക്ക് ഔട്ടുന്നു. തേർഡ് ഗിയർ മുതൽ ഏത് ഗിയറിലാണെങ്കിലും കയറ്റണമെന്നില്ല, ട്രാഫിക് എന്നില്ല, അതുപോലെ തന്നെ ഇറക്കമെന്നില്ല, എവിടെയാണെങ്കിലും ബ്രേക്ക് സ്ലോ ചെയ്യുന്നു, ക്ലച്ച് ഔട്ടുന്നു, ബ്രേക്ക് വെച്ച് നിർത്തുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി, അല്ല ഇന്നൊരു വീഡിയോ ചെയ്തൊന്ന് കാണിച്ചു തരാമോ, അല്ല ഇന്നൊരു വീഡിയോയെ പറ്റി പറഞ്ഞു തരാമോ, ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഞാനത് ചോദിച്ചാൽ കളിയാക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആ കമന്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ടാൽ ഇത് ഒട്ടും അറിയാത്തവനാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. നമുക്കിതുപോലെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ചോദിച്ചാൽ കളിയാക്കും, എന്തിനാ ചോദിക്കുന്നത്, ലൈസൻസ് ഒക്കെ എടുത്തില്ല, വണ്ടി ഓടിക്കുന്നില്ല എന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അങ്ങനെ കളിയാക്കാനല്ലാതെ അവർക്കൊന്ന് പറഞ്ഞു തരാനോ ചെയ്യിക്കാനോ അവർക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയമാണ്, നിങ്ങളെ കളിയാക്കത്തില്ല. ഈ ഒരു വീഡിയോയിൽ വന്ന് നിങ്ങളിപ്പോ എന്തൊരു സംശയം ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കളിയാക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രം തുടങ്ങിയിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റായിട്ട് വന്ന് ചോദിക്കാന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ